വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ പ്രിയങ്ക ഗാന്ധിക്കായി കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. കോഴിക്കോട് മുക്കത്താണ് 26 അടി ഉയരമുള്ള കട്ടൌട്ട് സ്ഥാപിച്ചത്. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ പ്രവർത്തകർ പ്രചാരണം നേരത്തെ തുടങ്ങി. മുക്കം നഗരസഭയിലെ ആലന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലന്തറ ടൗൺ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞുള്ള കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചത്. 15ഓളം പ്രവർത്തകർ 4 ദിവസമെടുത്ത് 15,000 രൂപ ചെലവഴിച്ചാണ് കട്ടൌട്ട് സ്ഥാപിച്ചത്. 26 അടി ഹൈറ്റുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് കട്ടൌട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും തീർച്ചയായും അടുത്തതായി മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വയനാടിന് പുറമെ റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. 3,64,422 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. കട്ടൌട്ട് സ്ഥാപിക്കാൻ യൂത്ത് ലീഗ് പ്രാദേശിക നേതാക്കളായ ഷെരീഫ് വണ്ണക്കോട്, സഹദ് കൈവേലിമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.